ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയം സ്വപ്നങ്ങളെ കുറിച്ചാണ്. നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ അത് നിസ്സാരമല്ല. അത് നമ്മുടെ ആത്മാവ് ദൈവത്തിൽ നിന്നും ചിലപ്പോൾ മറ്റ് ഡയമെൻഷനിൽ നിന്നും പല കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കിയും നമുക്ക് തരുന്ന നിർദ്ദേശങ്ങളും നമുക്ക് തരുന്ന ചില മുന്നറിയിപ്പുകളൊക്കെയാണ് ഈ സ്വപ്നം എന്ന് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്നത്. പക്ഷെ ഇത് പലർക്കും ഈ ഒരു സ്വപ്നത്തിന്റെ ഗൗരവം ഇപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നവർക്ക് അതിന്റെ മനസ്സിലായിട്ടുണ്ട്. സാധാ ജനത്തിന് ഇതിനെക്കുറിച്ചൊന്നും വലിയ ബോധമില്ല. നമ്മുടെ തലച്ചോറിൽ നമ്മൾ കണ്ട പല കാര്യങ്ങളും റെക്കോർഡിംഗ് ആണ്. അത് നമ്മൾ മറന്നാലും അത് വെച്ചിട്ട് ചില ഭാവനാ രീതിയിലൊക്കെ ചില കാര്യങ്ങൾ സാങ്കല്പികമായിട്ടൊക്കെ കാണുന്നതാണ് ഈ സ്വപ്നം എന്നൊക്കെയാണ് പലരും പറയുന്നത്. ഞാനും അങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ഞാൻ കണ്ട് പല പ്രധാന സ്വപ്നങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഈ ദൈവമായിട്ട് നല്ലൊരു ബന്ധം വന്ന് ഈ കമ്മ്യൂണിക്കേഷൻ കാര്യങ്ങൾ ചോദിച്ച് തിരിച്ച് മറുപടി കിട്ടുന്ന ലെവലിൽ എത്തിയപ്പോഴാണ് ഈ സ്വപ്നങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ചോദിക്കുകയും ഇതിന്റെ പിന്നിലെല്ലാം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നത്. പിന്നെ ഞാൻ എനിക്ക് ദൈവം പറഞ്ഞുതരുന്ന ഈ രീതിയിൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത് അതിനെ മുകളിലേക്ക് കൊണ്ടുവന്ന് എനിക്ക് ഈ സ്വപ്ന ദർശനങ്ങളെ കുറിച്ച് അല്ല ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് എനിക്ക് ദൈവത്തിൽ നിന്നും നിർദ്ദേശങ്ങളും ചില പഠിപ്പീരുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ച് കുറച്ചും കൂടി ചില കാര്യങ്ങൾ നിങ്ങളോട് ഞാനിപ്പോൾ ഷെയർ ചെയ്യാം. കാരണം ഒരുപാട് പേര് ഇപ്പോൾ എന്നെ വിളിച്ച് ഒരുപാട് സ്വപ്നങ്ങൾ കാണുന്നു. അപ്പൊ അതിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് പിടികിട്ടുന്നില്ല, ചിലതൊന്നും ഒന്നും മനസ്സിലാകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അനേകർ ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്നാലും ഇത് പൂർണ്ണമല്ല. ഇനിയും ആഴത്തിൽ ഡീറ്റെയിൽസുകൾ വിശദീകരണങ്ങൾ ഇനിയും ഉണ്ട്. അത് വഴിയെ പിന്നെ വരും. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കനുസരിച്ചാണ് ഈ സ്വപ്നം വരുന്നത്. ഇപ്പൊ ഒട്ടും ആത്മാവിന്റെ വളർച്ചയില്ലാത്തൊരു വ്യക്തിക്ക് സ്വപ്നം കാണാൻ വളരെ കുറവായിരിക്കും. എന്റെ അനുഭവത്തിൽ എന്റെ ചില സുഹൃത്തുക്കൾക്കൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ അവർ ചിലപ്പോൾ മാസത്തിൽ 1 ഇല്ലെങ്കിൽ 2-3 മാസത്തിൽ ഒരിക്കലാണ് എന്തെങ്കിലും ഒരു ചെറിയ സ്വപ്നം പോലെ കാണുന്നത്. അതും എന്തോ കണ്ടു പിറ്റേ ദിവസമൊക്കെ മറന്നും പോകും. പക്ഷെ എന്റെ അനുഭവം വെച്ചിട്ട് എന്റെ കുട്ടിക്കാലം മുതലേ എപ്പോഴും കിടന്നാലും നേരം വെളുക്കുന്നത് വരെ ഇഷ്ടംപോലെ സ്വപ്നങ്ങൾ കാണും. അല്ല, എന്റെ ഓർമ്മയിൽ എല്ലാ മനുഷ്യരും ഇങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് എനിക്ക് മനസ്സിലായി അപൂർവം ചിലരെ ഞാൻ ഈ കാണുന്ന പോലുള്ള രീതിയിൽ സ്വപ്നങ്ങൾ കാണുന്നുള്ളൂ. ഒരുപാട് പേര് സ്വപ്നങ്ങളെ കാണാറില്ല. അപൂർവം, ഞാൻ നേരത്തെ പറഞ്ഞ 1-2 സ്വപ്നം. അപ്പൊ എന്താണ് ഇതിങ്ങനെ? ചിലർക്ക് ഒരുപാട് കാണുന്നു, ചിലർക്ക് ഒട്ടും കാണുന്നില്ല. അപ്പൊ ദൈവം എനിക്ക് പറഞ്ഞു തന്ന കാര്യങ്ങളാണ് ഞാൻ അതിൽ ഒന്നാമതായി പറയുന്നത്. കുറച്ചെങ്കിലും ആത്മീയ വളർച്ച നേടിയ ഒരു വ്യക്തിക്ക് സ്വപ്ന ദർശനം അല്ലെ സ്വപ്നം കാണക്കം എന്നൊരു പരിപാടിയെങ്കിലും ശരിക്കും അറിയാൻ പറ്റുള്ളൂ, അനുഭവിക്കാൻ പറ്റുള്ളൂ. പക്ഷെ അവര് അനുഭവിക്കുന്നില്ല എന്നല്ല, പക്ഷെ അവർക്ക് യാതൊരു ഓർമ്മയും ഇല്ല. കാരണം ആത്മാവിന് മറ്റു ഡയമെൻഷനിലെ ദൈവത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശങ്ങൾ ഒരു കഥാരൂപേണെ അല്ലെങ്കിൽ ഒരു ഉപമ, ഒരു ഉപനിഷത്ത് പോലെ ഈ ആത്മാവിന് ലഭിക്കും. ഇത് ആത്മാവ് അനുഭവിക്കുന്നതും ലഭിക്കുന്നതും നമ്മുടെ തലച്ചോറിലേക്ക് ആത്മാവ് തരുമ്പോഴാണ് ബോധ മനസ്സുള്ള നമ്മൾ സ്വപ്നം കണ്ടു എന്ന് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ആത്മാവ് രാത്രി പോയി കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഈ അനുഭവങ്ങൾ നമ്മൾ ഓർത്ത് വെക്കുന്നതാണ്. രാവിലെ ആകുമ്പോൾ നമ്മൾ മറന്നു പോകുന്നില്ല. കാര്യം ആത്മാവ് കുറച്ച് പവർഫുൾ ആയതുകൊണ്ട് അതിന്റെ സിഗ്നൽസ് നമുക്ക് തരുന്ന, നമ്മുടെ തലച്ചോറിലേക്ക് തരുന്ന സിഗ്നൽസും കുറച്ച് പവർഫുൾ ആയിരിക്കും. അപ്പൊ അത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ തലച്ചോറിൽ കിടക്കുകയും നമ്മുടെ ബോധ മനസ്സിലേക്ക് അത് വന്ന് നമുക്കത് നല്ല ബോധത്തിൽ ഓർമ്മയിൽ നിൽക്കുകയും ചെയ്യും. ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷെ ഒട്ടും ആത്മ വളർച്ചയില്ലാത്ത ഒരാൾക്ക് ഈ സിഗ്നൽസ് തലച്ചോറിൽ കിട്ടുന്നത് വളരെ ചെറിയ രീതിയിലായിരിക്കും. ആത്മാവിന് അത്രയും പവർ കാണുള്ളൂ. അപ്പൊ ചെറിയ രീതിയിലെ സിഗ്നൽസ് കിട്ടുള്ളൂ. അപ്പൊ ആ വ്യക്തിക്ക് ശരിക്കും ആത്മാവിന്റെ ഒരു നിയന്ത്രണം വളരെ കുറവായിരിക്കും. അപ്പൊ ആത്മവളർച്ച ഇല്ലാത്തൊരു വ്യക്തി ഏതാണ്ട് 90% ഒട്ടും ആത്മവളർച്ച ഇല്ലെങ്കിൽ 90% തനി ഭൗതികമായി ബോധ മനസ്സിലായിരിക്കും ജീവിക്കുന്നത്. അവന് ഈ ആത്മാവിനെ കുറിച്ചോ ആത്മീയം മനസ്സിൽ നിന്നുള്ള സംസാരം, സ്വപ്നം ഇങ്ങനെയുള്ള അനുഭവങ്ങളെ കാണില്ല. ഒരു 80%, 70% ഇങ്ങനെ ആത്മാവിന്റെ ആ ബലം കൂടുന്നതനുസരിച്ച് ഈ ബോധ മനസ്സിന്റെ ആ അളവ് കുറഞ്ഞു വരും. അപ്പൊ ആത്മാവിന്റെ ശക്തി ഒരു 30% ആയി കഴിഞ്ഞാൽ ബോധ മനസ്സിന്റേത് ഒരു 70% പവർഫുൾ ആയിരിക്കുള്ളൂ. അപ്പൊ ആത്മാവായിരിക്കും 30%. അപ്പൊ കുറച്ചുകൂടെ ആത്മാവിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ നമുക്ക് ഫീഡ് ചെയ്ത് വെക്കാൻ പറ്റും. നമ്മളെ മനസ്സിലേക്ക് അല്ലെങ്കിൽ തലച്ചോറിലേക്കൊക്കെ വരും. ഒരു 50% മുകളിലോട്ടൊക്കെ ആത്മവളർച്ച വരുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തി ഏതാണ്ട് ഒരു ലെവലിൽ ആത്മാവിന്റെ നിയന്ത്രണത്തിലായിരിക്കും മുന്നോട്ട് പോകുന്നത്. ഈ 50% വരെ എത്തുക എന്നുള്ളതാണ് ഒരു കടമ. 50 വരെ എത്താൻ ഈ അസുര പൈശാചിക ശക്തികൾ സമ്മതിക്കില്ല. മാക്സിമം നമ്മളെ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ നിന്ന് തെറ്റിച്ച് നമ്മളെ വളരാൻ സമ്മതിക്കില്ല.
അപ്പൊ ഒരു 25-30% ആത്മവളർച്ച വന്ന ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങും. പക്ഷെ രാവിലേക്ക് ആകുമ്പോൾ അത് ഓർമ്മയിൽ ചിലപ്പോൾ നിൽക്കില്ല. അപൂർവം ചിലത് മാത്രം, അത് സ്ട്രോങ് ആയിട്ട് വരുന്ന ചില സിഗ്നൽസ്, ശക്തമായി വരുന്ന ചില സാധനങ്ങൾ മാത്രം ഓർമ്മയിൽ നിൽക്കും, മറ്റെല്ലാം മറന്നുപോകും. ഈ മറന്നുപോകുന്നത് ഈ നെഗറ്റീവ് അസുര ശക്തികൾ കുറെ മാച്ചുകളെയും ചെയ്യും. ഇതൊക്കെയാണ് അവരുടെ പരിപാടി. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് പിന്നെ പറയാം. എന്തുകൊണ്ട് മാഞ്ഞു പോകുന്നു, മാഞ്ഞു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം, അതൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പോഴല്ല, കുറച്ചുകൂടെ ആത്മീയമായിട്ട് നിങ്ങളൊക്കെ ഒന്ന് റെഡി ആയതിനു ശേഷം അതൊക്കെ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം അടിസ്ഥാനങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഫസ്റ്റ് ആത്മവളർച്ച തുടങ്ങി ഇത്തിരി കയറി വരുന്ന സമയത്ത് ആണ് ഈ സ്വപ്നം എന്ന് പറയുന്ന സാധനം നമ്മൾ കാണുന്നത്, അനുഭവിക്കുന്നത്. അതിനു മുമ്പ് സ്വപ്നം പോലെ ഉണ്ട്, നമ്മൾ ഒന്നും അറിയുന്നില്ല. രാവിലെ ആകുമ്പോൾ തന്നെ ഒന്നുമേ ഓർമ്മ കാണൂല. ഈ സ്വപ്നത്തിലൂടെയാണ് ഈ ആത്മാവ് പല കാര്യങ്ങളും മറ്റ് ഡയമെൻഷനിലെ ശക്തികളിൽ നിന്നും സൃഷ്ടാവാൻ ദൈവത്തിൽ നിന്നുമൊക്കെ ഇൻഫർമേഷൻ കിട്ടി ഈ ആത്മാവ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി വെക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ രാവിലെ എണീറ്റ് ഓരോ കാര്യങ്ങളൊക്കെ പോകുന്ന സമയത്ത് ആത്മാവിന് തലേദിവസം രാത്രി മറ്റു ഡയമെൻഷനിലൊക്കെ സഞ്ചരിച്ച് പല കാര്യങ്ങളും പഠിച്ചു വെച്ചു. നമുക്ക് അത്രയും വളർച്ച ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സ്വപ്നം ഒന്നും കാണുന്നില്ല, പൂർണ്ണ ഡെഡ് ഉറക്കമായിരിക്കും. പക്ഷെ ആത്മാവെല്ലാം പഠിച്ചു വെക്കുന്നു. രാവിലെ മുതലേ ആത്മാവ് നമുക്കത് ഓർമ്മയിലൂടെ തോന്നൽ പോലെ ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ചെയ്ത് നോക്ക് എന്നൊക്കെ നമ്മളെ തന്ന് നയിച്ചുകൊണ്ട് പോകുന്നു. ഇതാണ് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ചുകൂടെ ആത്മവളർച്ച വന്നാൽ ആത്മാവ് പോയി കാണുകയും ഗ്രഹിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ബോധ മനസ്സിലും കൂടെ കിട്ടുമ്പോൾ നമ്മൾ എന്ന് പറയുന്ന ബോധ മനസ്സുള്ള നമുക്കും ഈ സ്വപ്നങ്ങൾ ഓർമ്മ കാണും. അങ്ങനെ വരുമ്പോൾ എളുപ്പമാണ്. കാരണം ആത്മാവ് ചില ഇൻഫർമേഷൻ തരുമ്പോൾ തന്നെ നമുക്കൂടെ ഓർമ്മയുണ്ട്. അപ്പം നമുക്കും അത് ഓർമ്മയിലുണ്ട്, ആത്മാവ് ആൾറെഡി മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. നമുക്കത് പെട്ടെന്ന് ഗ്രഹിച്ച് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റും. മറ്റത് ആത്മവളർച്ച ഇല്ലാത്ത ഒരാൾക്ക് ഭയങ്കര പാടാണ്. അതാണ് ആത്മാവിന്റെ പരീക്ഷണം. ആത്മാവ് അകത്തിരുന്ന് തോന്നൽ പോലെ ഓരോന്നും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. ഈ ആത്മവളർച്ച ഇല്ലാത്ത വ്യക്തി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ അവന് ബോധിച്ചതുപോലെ, അവന്റെ ഫ്രണ്ട്സ് പറയുന്നത് പോലെയും വീട്ടുകാർ പറയുന്നത് പോലെയും അവന്റെ മുന്നിൽ കാണുന്ന അവന്റെ തോന്നലുകൾ അനുസരിച്ച്, അവന്റെ ഭൗതിക മനസ്സിന്റെ ഇഷ്ടം അനുസരിച്ച് അവൻ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ ആത്മാവാത്തിരുന്നും കൊണ്ട് വിഷമിച്ച് നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കുറെ നാൾ കഴിഞ്ഞ് ഈ വ്യക്തിക്ക് അല്ലെങ്കിൽ ബോധ മനസ്സിന് അബദ്ധം പറ്റിയെന്ന് മനസ്സിലാകുമ്പോഴാണ് ഉള്ളിൽ അന്നേ എന്റെ മനസ്സിൽ കിട്ടിയ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് തോന്നി ചെയ്യുന്നത്. അങ്ങനെ ചെയ്താണ് ഈ വ്യക്തി പതുക്കെ ആത്മീയമായി ഓരോന്ന് ചെയ്ത് വരുന്നതും ആത്മാവ് കുറച്ച് പവർഫുൾ ആയി വരുന്നതും. അപ്പൊ സ്വപ്നം കണ്ട് തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലായി. സ്വപ്നത്തിലൂടെ എന്തൊക്കെ കണ്ടു, പക്ഷെ പറഞ്ഞല്ലോ സ്വപ്നം മനസ്സിലായി, പക്ഷെ അതിന്റെ അർത്ഥം ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കുമ്പോഴാണ് ആത്മാവിന് ഹാപ്പി ആവുന്നത്. അപ്പം നമ്മളും അർത്ഥം ഗ്രഹിച്ചു, ആത്മാവ് അടുത്ത ഓരോ കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് തോന്നൽ പോലെ തരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തു പോവുകയും ചെയ്യും. കാരണം നമ്മൾ കണ്ട സ്വപ്നത്തിലൂടെ നമ്മളും കൂടെ കുറെ കാര്യം മനസ്സിലാക്കി. ഇപ്പൊ നമ്മുടെ ബോധ മനസ്സിന് കാര്യം പിടികിട്ടി, ഉപബോധ മനസ്സായ ആത്മാവിന്റെ മനസ്സ് നമുക്ക് നിർദ്ദേശം കൂടെ തരുമ്പോൾ പരിപാടി അല്ലെങ്കിൽ കാര്യങ്ങൾ സ്മൂത്ത് ആവും, പെട്ടെന്ന് ഈസി ആവും. അപ്പൊ ഇതിന്റെ അർത്ഥം ഗ്രഹിക്കാനാണ് അടുത്ത പാട്. അപ്പൊ ഈ അർത്ഥം എന്ന് പറയുമ്പോൾ അതിന് പല രീതിയിലാണ് അർത്ഥം വരുന്നത്. ഇപ്പോ ഉള്ളതുപോലെ ഒരു സ്വപ്നം, അതായത് റിയൽ ലൈഫിലുള്ളതല്ല, ഒരു താൽക്കാലിക സാങ്കല്പികമായ ഒരു വീട്, സാങ്കല്പികമായ ചില വ്യക്തികൾ, ആ വ്യക്തികൾ നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ അതിൽ നിന്ന് നമ്മൾ ചില തത്വങ്ങൾ മനസ്സിലാക്കിയെടുക്കാനുണ്ട്. ഇപ്പൊ നമ്മുടെ ചില ബലഹീനങ്ങൾ, അല്ലെങ്കിൽ നമ്മളെ ചില കുറവുകൾ, നമുക്ക് പറ്റുന്ന ചില അബദ്ധങ്ങളൊക്കെ ഇതിന്റെ അകത്തുനിന്ന് ഗ്രഹിച്ചെടുക്കണം. ഇതെങ്ങനെ ഗ്രഹിക്കും എന്ന് വെച്ചാൽ, ഈ സ്വപ്നം നിങ്ങൾ ഒന്നുകൂടെ രാവിലെ എഴുതിട്ട് ഓർക്കുമ്പോൾ നമുക്ക് തന്നെ ആ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത്, രാത്രി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയ തോന്നലുകൾ, പക്ഷെ അത് ശരിയല്ലല്ലോ, ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു, അയ്യോ ഇതായിരുന്നു ചെയ്യേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള ചില തോന്നലുകൾ ആ സ്വപ്നം കാണുന്ന സമയത്ത് നമുക്ക് തോന്നിയതായിട്ട് നമുക്ക് രാവിലെ ഉണരുമ്പോൾ ഓർമ്മ കാണും. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കണം, ഇങ്ങനെ ചില കാര്യങ്ങൾ ആയിരുന്നു ചെയ്യേണ്ടത്, അത് വേണം, അതായിരുന്നു കറക്റ്റ് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. ഞാനീ പറയുന്ന കുറച്ച് കാര്യങ്ങളെ പിടികിട്ടുള്ളൂ. കാരണം ഓരോരുത്തരും അവരുടെ ജീവിത സാഹചര്യങ്ങളും അവരുടെ മേഖലയിൽ വെച്ചൊക്കെയാണ് ഈ സ്വപ്നം ഉണ്ടായി വരുന്നത്. ഞാൻ പറഞ്ഞില്ല, ഓരോരോ കഥകളാണ്, കഥാരൂപേണ ഇൻഫർമേഷൻസ് ദൈവത്തിൽ നിന്ന് മറ്റു ശക്തികളിലൂടെ നമ്മുടെ ആത്മാവിന് കിട്ടുന്നതാണ്. അപ്പം എനിക്ക് ചില ഉദാഹരണങ്ങളെ പറയാൻ പറ്റുള്ളൂ. ഓരോരുത്തരും കാണുന്നത് ഓരോ രീതിയിലായിരിക്കും, അത് മനസ്സിലാക്കണം. അപ്പൊ ഈ സാങ്കല്പിക കഥകളിലൂടെ നമ്മൾ കാണുന്ന കാര്യത്തിലൂടെ നമ്മൾ മനസ്സിലാക്കണം അവിടെ നമ്മുടെ കുറവെന്തായിരുന്നു, നമുക്ക് പറ്റിയ അബദ്ധങ്ങൾ എന്തെങ്കിലും ഉണ്ടോ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്ത് പോകുന്നു, അപ്പൊ ഒരു ട്രെയിൻ കാത്തു നിൽക്കുകയാണ്, ഒരു റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ പക്ഷെ ആ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ടില്ല, കണ്ടിട്ടുമില്ല, പക്ഷെ റെയിൽവേ സ്റ്റേഷൻ കാണുന്നു, സാങ്കല്പികം. അപ്പോൾ ഒരാൾ വഴി പോകുമ്പോൾ നമ്മൾ അയാളെ തന്നെ ഇങ്ങനെ നോക്കി അയാൾ എന്ത് ചെയ്യുന്നു നോലിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ ട്രെയിൻ അങ്ങ് മിസ്സായി പോയി. ഇതാണ് കാണുന്ന സ്വപ്നമെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളൊരു കാര്യത്തിന് പോകുമ്പോൾ നമ്മൾ വേറെ വല്ലതും ചിന്തിച്ച് വേറെ എന്തെങ്കിലും മുഴുകി നിന്നാൽ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം സക്സസ് ആവില്ല. ഇങ്ങനെ അത് മനസ്സിലാക്കണം. അപ്പൊ ഇത് ഒരു ഉദാഹരണം. ഇതേപോലെ
നമ്മൾ കാണുന്ന ചില ഫാന്റസി പോലെ, ഫാന്റസി ചിലപ്പോൾ ഫാന്റസി ആയിരിക്കും, അങ്ങനത്തെ സാധനങ്ങളും ഇതിന്റെ ഇടയിൽ കാണും. ഇപ്പൊ നമ്മൾ പറന്നു പോകുന്നു, നമ്മളിങ്ങനെ പറന്ന് പോകുമ്പോൾ നമ്മളുടെ തല എവിടെയാ തട്ടി നമ്മൾ താഴോട്ട് പതിക്കുന്നു. ഇത് ഫാന്റസിയാണ്, നമ്മൾ അങ്ങനെ പറക്കാനൊന്നും പോണില്ല. ഇതിന്റെ അർത്ഥം നമ്മൾ ആത്മീയമായോ ഭൗതികമായോ എങ്ങനെയോ ഉയർച്ചയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ, രണ്ടും വരാം, ഭൗതിക ഉയർച്ചയും വരാം, ആത്മീയ ഉയർച്ചയും വരാം. മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ ഒരു തടസ്സം വന്ന് നമ്മൾ താഴോട്ട് പതിച്ചു, അല്ലെങ്കിൽ നമ്മൾ ഉയരാതെ, അല്ലെങ്കിൽ നമ്മൾ പുറകോട്ടായിപ്പോയി എന്നാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ നോക്കണം അത് എന്ത് കാരണം കൊണ്ടാണ്, എന്താണ് ആ തട്ടിയത്. അപ്പൊ പിന്നെ നിങ്ങൾ അടുത്ത പിറ്റേ ദിവസം മനസ്സിലിട്ട് ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. എന്ത് കാരണം കൊണ്ടാണ് എന്റെ തല തട്ടി താഴോട്ട് വീണു, ഞാൻ താഴോട്ട് പോയി. അപ്പൊ ആ തട്ടുന്നത് എന്താണ്, ആരാണ്, ഏതെങ്കിലും നെഗറ്റീവാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് പറ്റിയ അബദ്ധങ്ങളാണോ എന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ ദൈവത്തോട് തന്നെ പ്രാർത്ഥിച്ചും ചോദിച്ചിരിക്കുമ്പോൾ 2-3 ദിവസത്തിനുള്ളിൽ അടുത്ത ഒരു സ്വപ്നം കാണും. കാരണം നിങ്ങൾ സ്വപ്നം കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇടയ്ക്കിടയ്ക്ക് സ്വപ്നം വന്നുകൊണ്ടിരിക്കും, ആ കണക്ഷൻ വന്നു കഴിയും. അപ്പൊ ഉറപ്പ് 2-3 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഈ സ്വപ്നം കണ്ടിരിക്കും. പക്ഷെ നമ്മുടെ മനസ്സിൽ ഈ സംശയം വരണം. സ്വപ്നത്തിൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞല്ലോ, നമ്മൾ എവിടെയോ തട്ടി, നല്ല സുന്ദരമായി പറന്നു പോയപ്പോൾ എവിടെയോ തട്ടി നമ്മൾ താഴോട്ട് വീടുപോയി. അപ്പൊ നമുക്ക് മനസ്സിലാവുന്ന ഇതൊരു നെഗറ്റീവ് സാധനം നമുക്ക് ദൈവത്തിൽ നിന്ന് ഇൻഫർമേഷൻ തരുന്നതാണ്. ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ പോകുന്ന നമ്മൾ എന്തോ കാരണത്താൽ തോറ്റു പോകുന്നു, അല്ലെ താഴോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിലോ എവിടെയോ എന്തോ ഒരു പരാജയം സംഭവിക്കുന്നു മനസ്സിലാക്കിയിട്ട് ഇത് എന്താണ് കാരണം, എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറ്റിപ്പോകുന്നു പറഞ്ഞ് നിങ്ങൾ അടുത്ത പ്രാർത്ഥിച്ച്, അല്ല മനസ്സുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ ജോലി ചെയ്യുമ്പോഴും എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഉള്ളിൽ ഈ ചോദ്യം വേണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ ചിലപ്പോൾ അന്ന് രാത്രി തന്നെ അടുത്ത സ്വപ്നത്തിലൂടെ ഇതിന്റെ കാര്യം കാണിച്ചിരുന്നു. അപ്പൊ കാണിച്ചിരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ കണ്ട സാധനത്തിന്റെ ബാക്കിയെന്നോ അല്ല അതുപോലെ ആയിരിക്കില്ല അടുത്ത കാണുന്നത് വേറൊരു കഥയായിരിക്കും. അപ്പൊ ആ കഥയിൽ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ തെറ്റുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഹൃത്ത് നിങ്ങളെ പറ്റിക്കണ എന്തെങ്കിലും ഒരു കഥ അടുത്തത് വരും. അതിലൂടെ മനസ്സിലാക്കണം ഇങ്ങനെ. ഇപ്പൊ നിങ്ങൾ കാണുന്ന ഒരു കഥയിൽ നിങ്ങളെ കൂടെ പഠിച്ചൊരു കുട്ടിയായിട്ട് നിങ്ങൾ ഷേക്കൻഡ് ഒക്കെ ചെയ്ത് ഫ്രണ്ട്സ്, ആ കുട്ടിയായിട്ടായി കാണിച്ചിരുന്നത്, സ്കൂളിൽ പഠിച്ചൊരു ഫ്രണ്ട് കൈയൊക്കെ കൊടുത്ത് ഷേക്കൻഡ് ചെയ്ത് ആ കുട്ടിയുടെ കൂടെ നിങ്ങൾ എവിടെ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എവിടെ ഒരു കാര്യത്തിന് പോകുന്ന വഴിയിൽ ആ കുട്ടി നിങ്ങളെ പറ്റിക്കുന്നു, കൊച്ചുകുട്ടി പറ്റിക്കുന്നു എന്ന് കാണിച്ചു തന്നാൽ അതിനർത്ഥം നിങ്ങളിപ്പോ സുഹൃത്തായി നേരത്തെ ഉണ്ടായിരുന്ന ഏതോ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾക്ക് സൗഹൃദമുണ്ട്. ഈ വ്യക്തിയായിട്ട് നിങ്ങൾ സൗഹൃദം ഉണ്ടാക്കി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തിയിലൂടെ ചില തടസ്സങ്ങൾ വരും. ചിലപ്പോൾ ആ വ്യക്തിയിലുള്ള ചില നെഗറ്റീവ് ശക്തികളായിരിക്കും നിങ്ങളെ തടസ്സപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ശല്യമായി വരുന്നത്. ഇത് ഈ സ്വപ്നത്തിൽ നിന്നും മനസ്സിലാക്കിയെടുക്കണം. ഇത് ജസ്റ്റ് ഉദാഹരണം പറയുന്നതാണ്. നിങ്ങൾ കാണുന്ന നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ, എല്ലാം എനിക്കിങ്ങനെ പറഞ്ഞുതരാൻ പറ്റൂല, ജസ്റ്റ് ഒരു ബേസിക് ഉദാഹരണം പറഞ്ഞു തരുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചില കഥകളിലൂടെ ആ കഥയ്ക്കകത്ത് നിന്നും നിങ്ങൾ ഈ കാര്യം ഗ്രഹിച്ചെടുക്കണം. പിന്നെ ഈ സ്വപ്നങ്ങൾ കൂടുതലും വരുന്നത് നമുക്ക് പ്രശ്നങ്ങൾ, ഇപ്പം നിങ്ങൾ എവിടെയോ സ്പീഡിൽ ഓടുന്നു, ഒരു വലിയൊരു കുഴിയിൽ വീഴുന്നു. അപ്പൊ ഇങ്ങനെ കാണുമ്പോൾ അർത്ഥം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ നല്ല സ്പീഡായിട്ട് ചെയ്യുന്നു, പക്ഷെ നിങ്ങൾ മൊത്തം കുഴിയിലാക്കുക, ട്രാപ്പായി പോകുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയമായും ഭൗതികമായിട്ടൊക്കെ നിങ്ങൾ വീണു പോകുന്നു എന്നാണ് എന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് കണ്ടുടനെ കളയരുത്. ഇതിലേക്ക് ഇപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റുന്നതായിട്ട് കാണിച്ചിരുന്നു, അപ്പം ഒരു ആക്സിഡന്റ് എനിക്ക് പറ്റും എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ചിരിക്കരുത്. ഇങ്ങനെയൊക്കെ കാണിച്ചു തരുന്നത് നിങ്ങളുടെ ആത്മാവിന് ഇൻഫർമേഷൻ നേരത്തെ കിട്ടുന്നുണ്ട്. ഈ പോക്ക് ഇങ്ങനെ പോയാൽ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ കാര്യങ്ങൾ ഡീൽ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അപകടം, ഏതെങ്കിലും രീതിയിൽ ഒരു പ്രശ്നം വരും എന്നാണ് ആത്മാവ് നമുക്ക് ഇൻഫർമേഷൻ തരുന്നത്, അല്ലെങ്കിൽ ആത്മാവിന് ഇൻഫർമേഷൻ കിട്ടുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത് നടക്കുമല്ലോ എന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ ഇങ്ങനെ ഇൻഫർമേഷൻ തരുന്നത് ഇതിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് നിങ്ങൾ തന്നെ അടുത്ത് ചോദിക്കണം, എന്താണ് ആ തടസ്സം, എവിടെയാണ് തടസ്സം. അപ്പൊ എളുപ്പ പണി ഞാൻ പറഞ്ഞിരുന്നത്, നിങ്ങൾ ഈ അടുത്ത ദിവസങ്ങളിൽ എന്തെങ്കിലും അതാണ് ഞാൻ ഈ പ്രകൃതിയുടെ വ്യവസ്ഥകളും രീതികളും ഒക്കെ ആദ്യമേ എന്റെ മെസ്സേജ് എല്ലാം പറഞ്ഞിരുന്നത്. അപ്പൊ അത് ആദ്യമേ എല്ലാ മെസ്സേജും കേട്ട് മനസ്സിലാക്കി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഈ സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് മാത്രം, എന്റെ സ്വപ്ന വ്യാഖ്യാനം മാത്രം കേട്ടും കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് വലിയ ഗുണം വരൂല. ആദ്യം മുതലേ ഉള്ള മെസ്സേജിലൂടെ സൃഷ്ടാവാ ദൈവത്തിന്റെ ശരി തെറ്റുകൾ, രീതികൾ ഇതെല്ലാം മനസ്സിലാക്കി എടുക്കുന്ന വ്യക്തിക്ക് പെട്ടെന്ന് വ്യാഖ്യാനിച്ചെടുക്കാൻ പറ്റും. അപ്പൊ പ്രകൃതിയിലെ വ്യവസ്ഥകൾ എവിടെയൊക്കെയോ തെറ്റി എന്ന് നിങ്ങൾ തന്നെ നോക്കണം. കാരണം ഒരു അപകടം കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ അങ്ങനെ കാണിച്ചു തരുമ്പോൾ എന്തോ കാരണത്താൽ എനിക്ക് ഒരു തടസ്സം വരും, അല്ലെങ്കിൽ ഒരു പ്രശ്നം വരും എന്നാണ് ആത്മാവ് നമുക്ക് മുന്നറിയിപ്പ് തരുന്നത്. അപ്പൊ നമ്മൾ ഉടനെ അത് വെച്ച് നിരാശപ്പെടരുത്. ആദ്യം ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു തടസ്സമോ ഒരു അപകടമോ ഒന്നും എനിക്ക് വരല്ലേ ദൈവമേ എന്ന് ആദ്യം പ്രാർത്ഥിക്കുക. അങ്ങനെ ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് എവിടെയാണോ നമുക്കൊരു അബദ്ധം പറ്റിയത്, തെറ്റ് പറ്റിയത്, ചിലപ്പോൾ ഒരു സുഹൃത്ത് നമ്മളെ വീട്ടിൽ വന്നു,
ആ സുഹൃത്തോടെ ചിലപ്പോൾ നമ്മളൊന്ന് കറങ്ങാനൊക്കെ പോയി ഒന്ന് ആഘോഷിക്കാൻ പോയി. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആത്മബന്ധം മനസ്സ് വെച്ച് നോക്കി ഈ നെഗറ്റീവ് ശക്തികൾ ഷെയർ ആവും. അപ്പൊ അങ്ങനെ വല്ലതും വന്നിട്ടുണ്ട്. ഇങ്ങനെ പല രീതിയിൽ എന്റെ മെസ്സേജുകൾ കേട്ട് എല്ലാം മനസ്സിലാക്കുന്ന ഒരു വ്യക്തിക്ക് പെട്ടെന്ന് എവിടെ അബദ്ധം പറ്റി എവിടെ തെറ്റുപറ്റി തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ തിരിച്ചറിഞ്ഞിട്ട് ഇത് നമുക്ക് പറ്റിയൊരു അബദ്ധമാണെങ്കിൽ ദൈവത്തോട് ക്ഷമ പറയുകയോ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു പ്രായച്ചിത്തം പോലെ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് ഈ വരാൻ പോകുന്ന അപകടം അല്ലെങ്കിൽ അബദ്ധം അല്ലെങ്കിൽ ഒരു പ്രശ്നം ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് ഈ സ്വപ്നത്തിലൂടെ ഇൻഫർമേഷൻ തരുന്നത്. ഇത് മനസ്സിലാക്കണം. ഇനി നമുക്കൊരു ഭയങ്കരമായ ഒരു ഉയർച്ച വരുന്നതായിട്ട് സ്വപ്നം കാണിച്ചു കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട. നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത രീതി എല്ലാം ഇപ്പോഴത്തെ ജീവിതം വെച്ചാണ്. അപ്പൊ ഇന്നൊരു സ്വപ്നം കണ്ടു, ഓക്കെ ഹാപ്പി എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾ എവിടെയെങ്കിലും തെറ്റിയാൽ സ്വപ്നം വേറെ വരും. അപ്പൊ ഇന്ന് പോകുന്നത് പോലെ അല്ലെ ഇത്രയും ദിവസം പോയതുപോലെ പോയാൽ നിങ്ങൾക്ക് ഈ ഉയർച്ച സംഭവിക്കും എന്നാണ് കാണിച്ചിരുന്നത്. ഇപ്പൊ സ്വപ്നം കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷവും ഫീലൊക്കെ എനർജിയൊക്കെ വരും. എനിക്കണ്ട. അപ്പൊ അതിനർത്ഥം നമ്മൾ പോസിറ്റീവാണ്. പക്ഷെ ഇത് കണ്ടും കൊണ്ട് നാളെയും മറ്റന്നാളും എന്തെങ്കിലും അബദ്ധം പറ്റി നോക്ക്, സ്വപ്നത്തിലൂടെ അടുത്ത തടസ്സം എന്തെങ്കിലും ഉള്ളതായിട്ട് അടുത്തേയും കാണിച്ചു തരും. അപ്പൊ നമ്മുടെ ഓരോ ദിവസത്തെയും നമ്മുടെ രീതിയും ജീവിതവും, കാരണം നമ്മൾ സ്വതന്ത്രരാണ്. നമ്മുടെ ദൈവം നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ഭൂമിയിൽ അയച്ചതാണ്. നമുക്ക് നന്മയും തിന്മയും ഏതുമാണ് തിരഞ്ഞെടുത്ത് എങ്ങനെയാണോ പോവാം. അപ്പൊ നന്മ തിരഞ്ഞെടുത്ത് ആ പ്രകൃതിയുടെ വ്യവസ്ഥയിൽ കറക്റ്റാ പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ദർശനങ്ങളും കാര്യങ്ങളും തന്ന് നമ്മളെ പ്രോത്സാഹിപ്പിക്കും ആത്മാവ്. തെറ്റിപ്പോയാൽ പ്രശ്നമാണെന്നുള്ള രീതിയിൽ കാണിച്ചിരിക്കും. അപ്പൊ പ്രശ്നം കാണിച്ചു തന്നാൽ ഉടനെ നിങ്ങൾ നിരാശപ്പെടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ടുപിടിക്കാൻ പഠിക്കണം. അപ്പൊ കണ്ടുപിടിക്കണം, സ്വന്തമായി തന്നെ വിലയിരുത്തി നോക്കുമ്പോൾ കാര്യങ്ങൾ കിട്ടും. അങ്ങനെ വേണം നമ്മളിവിടെ ഡീൽ ചെയ്ത് മുന്നോട്ട് പോകാൻ. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ സ്വപ്നം നമുക്ക് തരുന്നത്. ഇൻഫർമേഷനാണ് നമ്മളെ നയിച്ചുകൊണ്ട് പോകുന്ന ആത്മാവ് നമ്മളെ തെറ്റിപ്പോകാതെ അല്ലെങ്കിൽ രക്ഷിച്ച് പോകുന്ന ഒരു ഇൻഫർമേഷനാണ് ഈ സ്വപ്നം എന്നുള്ള കാര്യം ആദ്യം തിരിച്ചറിയണം.